iPhone ടിപ്സ് വീഡിയോ സീരീസിലെ 7th പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ടിപ്സ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ ഐ ബട്ടണിലോ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങളുടെ accessibility കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ടച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഹെപ്റ്റിക് ടച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെപ്റ്റിക് ടച്ചിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് iPhone Xൽ നമുക്ക് ഒരു 3D ടച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഐക്കണിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഡിലേ വന്നിട്ട് അതിനകത്തുള്ള കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് എക്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ 11 സീരീസ് മുതൽ നമുക്ക് ആ ഒരു 3D ടച്ച് ഫീച്ചർ ഇല്ലായിരുന്നു. അതിന് പകരം നമുക്ക് ഹെപ്റ്റിക് എന്ന് പറഞ്ഞൊരു ഫീച്ചറായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഹെപ്റ്റിക് ടച്ചിൻ്റെ ആ ഒരു 2 ഫംഗ്ഷൻസ് മുമ്പ് ഇപ്പോൾ നമുക്ക് കറൻറ്റ്ലി ഉള്ളത് ഡിഫോൾട്ടും സ്ലോയും ആണ് ഇപ്പോൾ നമ്മുടെ ഫോൺസിലുള്ളത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഹെപ്റ്റിക് ടച്ച് പ്രസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഡിലേയുടെ ഒരു ടൈമിംഗ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടും സ്ലോ ഇട്ടിട്ട് ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഇത് ഓണായി വരുന്നത്. ഡിഫോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഫാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത് പോപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹെപ്റ്റിക് ടച്ചിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയുടെ ആ ഒരു പെട്ടെന്നുള്ള ഒരു റെസ്പോൺസീവ്നെസ് നമുക്കിപ്പോൾ ചൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ മുകളിലോട്ടാണ് സ്ക്രോൾ ചെയ്ത് ഓരോരോ വീഡിയോസ് നമ്മൾ കാണാറ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ബാക്ക് ടാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ രീതിയിൽ സ്ക്രോളിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇപ്പം എനിക്ക് ഈ രീതിയിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ബാക്ക് ടാപ്പ് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്താണ്. അപ്പം ബാക്ക് ടാപ്പിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബാക്ക് ടാപ്പ് എങ്ങനെയാണ് ഈ രീതിയിൽ സ്ക്രോളിംഗ് ഫീച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. accessibility എടുക്കുക. accessibility എടുത്തിട്ട് ഇവിടെ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടാപ്പ് കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ക്രോളിംഗ് ഫീച്ചർ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഡബിൾ ടാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സ്ക്രോൾ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കായിരിക്കും സ്ക്രോൾ ചെയ്യുന്നത്. നമ്മൾ സ്ക്രോൾ ഡൗൺ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ സ്ക്രോളിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബാക്ക് ടാപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടാപ്പ് ചെയ്ത് വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ ഐക്കണിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ലെവൽ ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ കോമ്പോസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ എന്ന് പറഞ്ഞൊരു ടോഗിൾ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊരു ലെവലിൻ്റെ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫോട്ടോസിലും വീഡിയോസിലും ഈ ഒരു ലെവലിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലെവലായിട്ടുള്ള ഷോട്ട്സ് നിങ്ങൾക്ക് ഇനി മുതൽ എടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു ഫോൺ വാങ്ങിച്ച് ഒരു 2 ആഴ്ചയിലുള്ളിൽ ഈ ഒരു ഫോൺ തറയിൽ വീണ് അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് ആപ്പിൾ കെയർ പ്ലസ് വാറണ്ടി ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമലി ചെയ്യുന്നത് ഈ ഒരു ഫോണുമായിട്ട് ഏതെങ്കിലും ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അവിടെ കാണിക്കുമ്പോൾ അവർ ഈ ഒരു ഫോണിൻ്റെ പാതി റേറ്റിലുള്ളൊരു സർവീസ് ചാർജ് പറയുന്നതായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ പോയി ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. ജനറൽ സെലക്ട് ചെയ്യാണ്ട് ഇവിടെ വന്നിട്ട് എബോട്ടിൽ പോയിട്ട് കവറേജ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫോണിനകത്ത് ആപ്പിൾ കെയർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഫോൺ വാങ്ങി 60 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ഡാമേജ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്പിൾ കെയർ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ നേരെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ഫോൺ പൊട്ടിയ കാര്യം അവരുടെ പറയുവാണെങ്കിൽ ഈ ഒരു ഫോൺ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഈ തരത്തിൽ നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസിൻ്റെ കവറേജ് നിങ്ങളുടെ ഫോണിൽ ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ നോർമലായിട്ട് ഒരു സ്റ്റോറിൽ പോയിട്ട് ഈ രീതിയിൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഡിവൈസ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കവറേജ് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കവറേജ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ മാത്രം നിങ്ങൾ നോർമലായിട്ട് ഒരു ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഡിസ്പ്ലേസ് ചേഞ്ച് ചെയ്യുക. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആപ്പിൾ മാപ്സിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ആപ്പിൾ മാപ്സ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു പ്രൊഫൈൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കാണിട്ടും ഓഫ്ലൈൻ മാപ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ രീതിയിൽ ഡൗൺലോഡ് ന്യൂ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല. ഞാൻ ഇവിടെ ഓൾറെഡി 2 മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഏരിയയുടെ മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ന്യൂ മാപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് അബുദാബി എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അബുദാബി എടുക്കുന്നുണ്ട്. അബുദാബി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബുദാബി റീജിയൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഏത് സ്ഥലമാണ് വേണ്ടത് അത് നമുക്ക് ആ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് സൂം ചെയ്ത് നമുക്ക് ആ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ മാത്രം ഫയൽ സൈസ് എന്ന് പറയുന്നത് 132 MB ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു അബുദാബി മൊത്തമായിട്ട് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട് 137 MB ആണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സൂം ഔട്ട് ചെയ്ത് ചെല്ലുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു മെമ്മറി ഇവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. ആ ഒരു ഏരിയ മാത്രം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയുടെ മാത്രം മാപ്പ് നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വൈഫൈയോ സെല്ലുലർ ഡേറ്റോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഓഫ്ലൈൻ മാപ്പ് നിങ്ങൾക്ക് ആപ്പിൾ മാപ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു മെയിനൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ പാതി മാപ്പ് നമുക്ക് ഈ ഒരു ആപ്പിൾ മാപ്സിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇന്ത്യൻ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് റിസൾട്ടേ നമുക്കിവിടെ കാണിക്കുന്നില്ല.
അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ആപ്പിൾ മാപ്സ് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ മാപ്സ് ഇപ്പം കറൻറ്റ്ലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പുറത്തുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആപ്പിൾ മാപ്സ് യൂസ് ചെയ്ത് ഓഫ്ലൈൻ മാപ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു കോളിലായിരിക്കുന്ന സമയത്ത് അറിയാതെ ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അവരെ കോൾ കട്ടായി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ ലോക്ക് ചെയ്യാനായിട്ട് പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കോൾ കട്ടാവാതിരിക്കാനായിട്ട് ചെറിയൊരു സെറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നാൽ ഇവിടെ ആക്സസിബിലിറ്റി ഇട്ടുന്നതായിരിക്കും. അതിനകത്ത് നേരെ താഴെ വന്ന് ടച്ച് സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നാൽ ഇവിടെ കണ്ടും പ്രിവെൻറ്റ് ലോക്ക് ടു എൻഡ് കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്തിടുക. ഇത് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ കോൾ കട്ടാവത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പവർ ബട്ടൺ യൂസ് ചെയ്ത് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടിപ്സ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.